സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ മറുതീരം തേടി. ആദ്യത്തെ പ്രാവശ്യം പോയത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്നാണ് അദ്ദേഹം ഇന്ത്യയിലെ സ്വത്തുക്കളിന്മേലുള്ള വ്യവഹാരങ്ങളുടെ ചുമതല എന്നെ ഏൽപ്പിക്കുന്നത്. 7 വർഷമായി ലീഗൽ അഡ്വൈസറുടെ പദവിയായിരുന്നു എനിക്ക്. കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ തവണ പോയത് അദ്ദേഹം തീഹാർ ജയിലിൽ വെച്ച് മരിക്കുന്നതിന് 1 മാസം മുമ്പ്. ആദ്യത്തെ തവണ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. രണ്ടാമത്തെ തവണ ഹോട്ടലിൽ വെച്ചും. അഷ്ടമൂർത്തി പറഞ്ഞു നിർത്തി. പൊടുന്നനെ വിഷയം കൈവിട്ടു പോയതുപോലെ തോന്നി മരിയാനെറ്റോയ്ക്ക്. എന്തോ ഒന്ന് പൂരിപ്പിക്കാനും എടുത്തു പറയാനും ഉണ്ടായിരുന്നു. അത് മറന്നു. തിരിച്ചു പോകുമ്പോൾ നമ്മൾ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കയറുന്നുണ്ടോ? മരിയാനെറ്റോ ചോദിച്ചു. ഇപ്പോൾ രാത്രിയായില്ലേ, അത് നാളത്തേക്ക് മാറ്റിവെക്കാം, അഷ്ടമൂർത്തി പറഞ്ഞു. വേണമെങ്കിൽ നമ്പ്യാർ സാറിൻ്റെ സ്യൂട്ട് റൂം ഒന്ന് കണ്ടിട്ട് പോകാം. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അവിടെയുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടുമോ? അവരുടെ ഇഷ്ടം നമ്മൾ നോക്കേണ്ട. നമ്പ്യാർ സാർ ഉപയോഗിച്ചിരുന്ന സ്യൂട്ടിൻ്റെയും അതിഥികളെ സ്വീകരിച്ചിരുന്ന ഔട്ട് ഹൗസിൻ്റെയും കീ സെറ്റ് എൻ്റെ കയ്യിലാണ്. അവസാനത്തെ തവണ ഇവിടെ വന്നപ്പോഴും അദ്ദേഹം അത് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, മരിയാനെറ്റോ പറഞ്ഞു. ഇപ്പോൾ കയ്യിലുണ്ടോ? അഷ്ടമൂർത്തി തിരക്കി. എസ്റ്റേറ്റും ബംഗ്ലാവും ഫാക്ടറിയും ഒക്കെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതെല്ലാം ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നാളെ മതി, പകൽ സമയത്ത് വരാം. നയോമി ഇതിനൊന്നും ഒരഭിപ്രായം പറഞ്ഞില്ല. വളവു തിരിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഇറക്കമിറങ്ങുമ്പോൾ അഷ്ടമൂർത്തിയുടെ കയ്യിലിരുന്ന് സ്റ്റിയറിംഗ് വീൽ വെട്ടിവിറച്ചു. അയാൾ സൈഡൊതുക്കി കാർ നിർത്തി. പണി കിട്ടിയെന്ന് തോന്നുന്നു. എന്താ? നയോമി പരിഭ്രമത്തോടെ തിരക്കി. മറുപടി പറയാതെ അഷ്ടമൂർത്തി മൊബൈൽ ഫോണുമായി പുറത്തിറങ്ങി. അതിൻ്റെ ടോർച്ച് തെളിച്ചു നോക്കി. എന്നിട്ട് തിരികെ വന്നു. രക്ഷയില്ല, ഒരു ടയർ തീർന്ന്. പങ്ക്ചറാണോ? ഈ റോഡിൽ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഇനി എന്തു ചെയ്യും? നയോമി ചോദിച്ചു. എസ്റ്റേറ്റ് ബംഗ്ലാവിലോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ ചെന്ന് ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടു വന്ന് നോക്കാം, മരിയാനെറ്റോ പറഞ്ഞു. എത്ര ദൂരമുണ്ട്? ആ വളവ് തിരിഞ്ഞാൽ മതി. മരിയാനെറ്റോ മുന്നിലേക്ക് കൈ ചൂണ്ടി. നയോമിയുടെ മടിയിലേക്ക് തലവെച്ചുറങ്ങിയായിരുന്നു മിന്നുമോൾ. അവളെ നയോമി എടുത്ത് തോളത്ത് കിടത്തി. ഹാൻഡ് ബാഗുമായി മരിയാനെറ്റോ ഇറങ്ങി. ചെറുതായി മഴ ചാറുന്നുണ്ടായിരുന്നു. കാർ ലോക്ക് ചെയ്ത ശേഷം മൊബൈൽ ഫോണിലെ ടോർച്ചിൻ്റെ വെട്ടത്തിൽ കോടമഞ്ഞിലൂടെ അവർ നടന്നു. അഷ്ടമൂർത്തി വിചാരിച്ചതിനേക്കാൾ അടുത്തായിരുന്നു എസ്റ്റേറ്റ് ബംഗ്ലാവ്. വളവ് തിരിഞ്ഞതും ബംഗ്ലാവിലെ വെളിച്ചം കണ്ണിൽപ്പെട്ടു. കഷ്ടിച്ച് 200 മീറ്റർ ദൂരം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബംഗ്ലാവ് സന്ദർശിക്കാൻ പ്ലാനിട്ടിരുന്നതല്ലേ, മരിയാനെറ്റോ പറഞ്ഞു. ബംഗ്ലാവിൻ്റെ പരിസരത്തെത്തിയപ്പോൾ നയോമി നിന്നു. നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഔട്ട് ഹൗസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതല്ലേ നല്ലത്. നമ്പ്യാർ സാറിൻ്റെ സ്യൂട്ട് ബംഗ്ലാവിലാണ്. അവിടെ വേറെ ആളുകളില്ലേ? ഈ രാത്രി നേരത്ത് അവരുടെ മുമ്പിൽ ചെന്ന് പെടണ്ട. എങ്ങനത്തവരാണെന്ന് അറിയില്ലല്ലോ. നയോമി പറഞ്ഞതിലും കാര്യമുണ്ട്. ഔട്ട് ഹൗസ് എവിടെയാണ്? അഷ്ടമൂർത്തി ചോദിച്ചു. മരിയാനെറ്റോ അവരെ ഔട്ട് ഹൗസിന് നേർക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബംഗ്ലാവിൻ്റെ വളപ്പിനോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു വളപ്പായിരുന്നു ഔട്ട് ഹൗസിൻ്റേത്. ബംഗ്ലാവ് ഉയർന്ന പ്രതലത്തിലാണെങ്കിൽ ഔട്ട് ഹൗസ് 4-5 അടി താഴ്ന്ന പ്രതലത്തിലാണ്. രണ്ടിനും വേറെ വേറെ മുറ്റവും ഗാർഡനും കാർ പോർച്ചുമാണുള്ളത്. ഔട്ട് ഹൗസിന് ബംഗ്ലാവിൻ്റെ 4/1 വലിപ്പമേ ഉള്ളൂ. മരിയാനെറ്റോ താക്കോൽ കൂട്ടമെടുത്ത് ഔട്ട് ഹൗസിൻ്റെ മുൻവാതിൽ തുറന്നു. അവർ അകത്ത് കയറി. ചില്ല് ജനാലകൾ കൊണ്ടടച്ച വരാന്ത, 3 വലിയ ബെഡ്റൂമുകൾ, കിച്ചൺ, മുകളിലോട്ട് കോണിപ്പടി, മുകളിൽ ബാൽക്കണിയും ഒരു ബെഡ്റൂമും. ഇത്രയുമായിരുന്നു ഔട്ട് ഹൗസിലെ സൗകര്യങ്ങൾ. വേണ്ടത്ര ഫർണിച്ചറുമുണ്ട്. ഇതും നമ്പ്യാർ സാറിൻ്റെ സ്യൂട്ടും ഞാൻ മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യിക്കാറുണ്ട്, അലമാരയിൽ നിന്നും കമ്പിളി എടുത്ത് കൊടുത്തിട്ട് മരിയാനെറ്റോ പറഞ്ഞു. നയോമി കമ്പിളി ബെഡിൽ വിരിച്ച് മിന്നുമോളെ അതിൽ കിടത്തി. ബംഗ്ലാവിൻ്റെ മുമ്പിലുള്ള റോഡിൽ കൂടി ഒരു 100 മീറ്റർ പോയ ഓഫീസ് സ്റ്റാഫിൻ്റെ വീടുകളുണ്ട്. അവരോട് സഹായം ചോദിക്കുന്നതായിരിക്കും നല്ലത്, മരിയാനെറ്റോ അഷ്ടമൂർത്തിയോട് പറഞ്ഞു. ശരിയാ, ബംഗ്ലാവിൽ ചെന്നാൽ ചിലപ്പോൾ സഹായത്തിന് പകരം ഉപദ്രവമാണ് കിട്ടുന്നതെങ്കിലോ? നയോമി അഭിപ്രായപ്പെട്ടു. ഞാനിപ്പോൾ വരാം. അഷ്ടമൂർത്തി മൊബൈൽ ടോർച്ചുമായി പുറത്തേക്ക് പോയി. എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഉണ്ടായിരുന്നവർ ഔട്ട് ഹൗസിൽ വെളിച്ചം കണ്ട് ആദ്യം അന്തം വിട്ടു. അവിടെ താമസക്കാരില്ലെന്ന് അവർക്കറിയാം. ഇപ്പോൾ എല്ലാ ചില്ല് ജനാലകളിലൂടെയും പ്രകാശം വരുന്നു. ഈ രാത്രി നേരത്ത് ആരാ അതിക്രമിച്ച് കയറിയത്?
ആരാണെന്ന് നോക്കാം. സംഘാംഗങ്ങൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. അവർ പുറത്തിറങ്ങി. ബംഗ്ലാവിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും താഴേക്കുള്ള കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ ഇറങ്ങി ഔട്ട് ഹൗസിൻ്റെ മുറ്റത്തെത്തി. 6 പേരടങ്ങുന്ന സംഘത്തിൽ 3 പേർ പുറത്തു നിന്നു. മറ്റുള്ളവർ അകത്ത് കയറി. അടഞ്ഞുകിടന്ന വാതിലിൽ അവർ മുട്ടി വിളിച്ചു. ടോയ്ലറ്റിൽ വെള്ളമില്ലാത്തതിനാൽ പൈപ്പ് കണക്ഷൻ്റെ വാൽവ് തുറക്കാൻ വർക്ക് ഏരിയയിലേക്ക് പോയതായിരുന്നു മരിയാനെറ്റോ. അഷ്ടമൂർത്തിയാണ് വാതിൽ തട്ടുന്നതെന്ന് കരുതി നയോമി ചെന്ന് വാതിൽ തുറന്നു. 3 പുരുഷന്മാർ. നയോമിയെ കണ്ടതും അവർ ഞെട്ടി പിന്നോട്ട് മാറി. അതിലൊരാൾ പിശാച് ബാധിച്ച പോലെ അമറിക്കൊണ്ട് തിരിഞ്ഞോടി. കണ്ണു തുറിച്ച് ഞെട്ടിത്തരിച്ചു നിന്ന മറ്റ് 2 പേരും അയാളുടെ പിന്നാലെ പാഞ്ഞു. നയോമി സ്തംഭിച്ചു നിന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കാറുകൾ ഇരമ്പുന്ന ഒച്ച നയോമി കേട്ടു. ഹെഡ്ലൈറ്റുകൾ പാളിത്തിരിഞ്ഞ് റോഡിലേക്ക് പാഞ്ഞുപോയി. വാൽവ് തിരിച്ച് വാട്ടർ കണക്ഷൻ പുനഃസ്ഥാപിച്ച ശേഷം മരിയാനെറ്റോ വേഗം ബെഡ്റൂമിലെത്തി. മുറിയിൽ ഭയാനകമായത് എന്തോ കണ്ടിട്ടെന്ന പോലെ ചകിതയായി നിൽക്കുകയായിരുന്നു നയോമി. എന്തു പറ്റി മോളെ? ആരാ വന്നത്? വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടല്ലോ. അഷ്ടമൂർത്തിയായിരുന്നോ? ആരാ ഓരിയിട്ടത്? ഈ ചോദ്യങ്ങൾ ഓരോന്നിനും 2-3 സെക്കൻഡ് ഇടവേളയുണ്ടായിരുന്നു. നയോമിയുടെ മറുപടിയില്ലാത്ത മുഖം കണ്ടിട്ടാണ് മരിയാനെറ്റോ തുടരെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ നയോമി കൈ മലർത്തിക്കാട്ടി. ആരോ വന്നു. എനിക്കറിയില്ല ആരാണെന്ന്. നീ ചോദിച്ചില്ലേ? അങ്കിളാണെന്ന് വിചാരിച്ച് വാതിൽ തുറന്നപ്പോൾ തൊട്ടു മുമ്പിൽ 3 ആണുങ്ങൾ. എന്നെ കണ്ടയുടനെ അവർ പേടിച്ച് തിരിഞ്ഞോടിക്കളഞ്ഞു. ഓരിയിടുന്ന പോലെ ഒരു ശബ്ദം കേട്ടല്ലോ. മരിയാനെറ്റോ അമ്പരപ്പിൽ ചോദിച്ചു. എന്നെ കണ്ട് പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഒരാൾ ഓടിയതാ. മരിയാനെറ്റോ അവളെ നോക്കി അന്തം വിട്ടു. നിന്നെ കണ്ട് കൂകിക്കരഞ്ഞുകൊണ്ട് പോകാൻ? നീ എന്താ പ്രേതമോ യക്ഷിയോ മറ്റോ ആണോ? അതാ എനിക്ക് മനസ്സിലാകാതെ. അവർ സംസാരിച്ചു നിൽക്കെ കാറുകൾ ബംഗ്ലാവിൽ നിന്ന് പാഞ്ഞു പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കായി. നയോമി വാതിലടച്ചിരിക്കുകയായിരുന്നു. മരിയാനെറ്റോ ചെന്ന് തുറന്നു. ബംഗ്ലാവിന് നേർക്ക് നോക്കി. ഏതൊക്കെയോ മുറികളിൽ വെളിച്ചമുണ്ട്. എന്നാൽ മുൻഭാഗത്തെയും ഹാളിലെയും മറ്റ് ലൈറ്റുകൾ അണഞ്ഞിരിക്കുന്നു. മരിയാനെറ്റോ പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ നയോമി തടഞ്ഞു. വേണ്ട, പോകണ്ട. എനിക്ക് പേടിയാകുന്നു. എന്തിനാ പേടിക്കുന്നേ? അവരെ നിന്നെ കണ്ടിട്ടല്ലേ പേടിച്ചത്? നയോമി മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് മരിയാനെറ്റോ പറഞ്ഞു. എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി. നിന്നെ കണ്ടിട്ട് സിതാരയാണെന്ന് അവർ വിചാരിച്ചു കാണും. സിതാരയെ അവർക്ക് ഭയമായിരുന്നോ? അവൾ മരിച്ചുപോയില്ലേ? മരിച്ചവൾ കൺമുന്നിൽ വന്നു നിന്നാൽ ആരാ പേടിക്കാത്തത്? ഇപ്പോൾ നയോമിക്ക് കാര്യം പിടികിട്ടി. അപ്പോൾ സിതാര മരിച്ചുപോയെന്ന് അറിയാവുന്ന ആൾക്കാരാണ് അല്ലേ? നമ്പ്യാർ സാറിൻ്റെ ബന്ധുക്കൾക്കറിയാമല്ലോ. അവരൊക്കെ സ്ഥലം വിട്ടെന്ന് തോന്നുന്നു. കാറുകളുടെ ശബ്ദവും ഹെഡ്ലൈറ്റും ഒക്കെയായിട്ട് പെട്ടെന്നൊരു ബഹളം. അടുക്കേറ്റ് വരട്ടെ, നമുക്ക് പുറത്തിറങ്ങി നോക്കാം, മരിയാനെറ്റോ പറഞ്ഞു. വെളിയിൽ ചാറ്റൽ മഴയ്ക്ക് അല്പം കനം കൂടിയിട്ടുണ്ടായിരുന്നു. അഷ്ടമൂർത്തി മിക്കവാറും നനഞ്ഞാണ് ഔട്ട് ഹൗസിലെത്തിയത്. ആരെയെങ്കിലും കണ്ടോ? മരിയാനെറ്റോ ചോദിച്ചു. ക്വാർട്ടേഴ്സിലൊക്കെ താമസക്കാരുണ്ട്. പക്ഷേ ആരും സഹായിക്കാൻ തയ്യാറല്ല. TV ഒക്കെ കണ്ട് രസിച്ചിരിക്കുമ്പോൾ ഈ ചാറ്റൽ മഴയത്ത് കാറിൻ്റെ ടയർ മാറ്റിയിടാനൊക്കെ ആർക്ക് തോന്നും? അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വർക്ക്ഷോപ്പുകാരെ ആരെങ്കിലും പരിചയമുണ്ടോയെന്ന് ചോദിച്ചില്ലേ? 2 ഫോൺ നമ്പർ കിട്ടി. അതിൽ വിളിച്ചിട്ട് ഒരാൾ ഫോൺ എടുത്തു. ആൾ വർക്ക്ഷോപ്പൊക്കെ അടച്ച് വീട്ടിൽ പോയി കുളിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുക. നാളെ നോക്കാമെന്ന്. അതാ നല്ലത്. ഈ രാത്രിയിൽ അതിനിട്ട് പണിയാൻ നോക്കിയാൽ വലിയ ബുദ്ധിമുട്ടാകും. ഒന്നാമത് പൊളിഞ്ഞ റോഡ്, കാറ് ഇറക്കത്തിലാ കിടക്കുന്നതും. ഇന്നിവിടെ തങ്ങാം. ഫുഡിൻ്റെ കാര്യം കഷ്ടത്തിലാവുമല്ലോ. നമുക്ക് ബംഗ്ലാവിലൊന്ന് കയറി നോക്കാം. അഷ്ടമൂർത്തി സാർ പുറത്തോട്ട് പോയപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. മരിയാനെറ്റോ അത് വിശദീകരിച്ചു. അപ്പോൾ അഷ്ടമൂർത്തിക്കും ഉത്സാഹമായി. നമുക്ക് ബംഗ്ലാവിൽ കയറാം. താക്കോലുണ്ടല്ലോ മാഡത്തിൻ്റെ കയ്യിൽ. മിന്നുമോളെ എന്തു ചെയ്യും? അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? നയോമി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. മറുപടി പറയാതെ മരിയാനെറ്റോ മിന്നുമോളെ വാരിയെടുത്ത് തോളത്ത് കിടത്തി. 3 മക്കളെ വളർത്തിയതാ. കഴിയുന്നിടത്തോളം നിലത്ത് വെക്കാതെ തന്നെയാ, മരിയാനെറ്റോ പറഞ്ഞു. ഇതൊക്കെ കുഞ്ഞിൻ്റെ അമ്മ ആരും പറയാതെ ചെയ്യുന്നതല്ലേ? അഷ്ടമൂർത്തി അഭിപ്രായപ്പെട്ടു. അവർ ഔട്ട് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി വടക്ക് ഭാഗത്തെ കോൺക്രീറ്റ് പടികൾ കയറി ബംഗ്ലാവിൻ്റെ മുറ്റത്തെത്തി. കാർ പോർച്ചിലോ മുറ്റത്തോ ഒരൊറ്റ വാഹനം പോലും കാണാനില്ല. ഇവിടെ ഓഫീസ് ഉപയോഗത്തിന് പഴയൊരു ക്വാളിസ് കാർ ഉണ്ടായിരുന്നല്ലോ. അത് കൊണ്ടുപോയോ?
മരിയ നെറ്റോ ആരോടെന്നില്ലാതെ ചോദിച്ചു. ബംഗ്ലാവിൻ്റെ പൂമുഖത്തും വശങ്ങളിലും ഇരുട്ടായിരുന്നു. ഇരുവശത്തുമായി പൈൻ മരങ്ങളുടെ ഓരോ നിര. ആകാശത്തേക്ക് ഇരുട്ട് വളർന്ന പോലെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ബംഗ്ലാവിൻ്റെ മുകളിലത്തെ നിലയിൽ പല മുറികളിലും വെളിച്ചമുണ്ട്. രണ്ടാം നിലയുടെ മുകളിൽ നിന്നുള്ള ശക്തി കൂടിയ ബൾബിൻ്റെ പ്രകാശം മുറ്റത്തിൻ്റെ മുൻഭാഗത്ത് പ്രകാശം പരത്തുന്നുണ്ടായിരുന്നു. മരിയ നെറ്റോ താക്കോൽ കൂട്ടത്തിൽ നിന്ന് താക്കോൽ തിരഞ്ഞെടുത്ത് വാതിൽ തുറന്നു. സ്വിച്ച് ബോർഡിൻ്റെ സ്ഥാനം അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. മുൻഭാഗത്തെ ലോബിയിൽ പ്രകാശം പരന്നു. അടുത്തത് വിശാലമായ ഹാളാണ്. ധാരാളം സോഫകളും സിറ്റുകളും കുഷനുകളും ടീപ്പോകളുമെല്ലാമുള്ള ഹാൾ. താഴെ ചുവന്ന പരവതാനി വിരിച്ചിരിക്കുന്നു. ഹാളിൻ്റെ മധ്യഭാഗത്ത് ഒരു സ്റ്റെയർ കേസ് ഒന്നിച്ചാരംഭിച്ച് പാതി ഉയരത്തിൽ വെച്ച് രണ്ടായി പിരിഞ്ഞ് പ്രണയചിഹ്നത്തിൻ്റെ ആകൃതിയിൽ മുകളിൽ എത്തിച്ചേരുന്നുണ്ട്. മദ്യക്കുപ്പികൾ, സോഡ, ഗ്ലാസുകൾ, തീറ്റി സാധനങ്ങൾ എന്നിവ നിരത്തി 4 ടീപ്പോകൾ ഹാളിലുണ്ടായിരുന്നു. പല ഗ്ലാസുകളിലും മദ്യം ബാക്കിയാണ്. മദ്യക്കുപ്പികളിലും മദ്യമുണ്ട്. വലിയ ഡൈനിങ് ഹാളും കിച്ചണും പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. 2 ദിവസം കൂടിയെങ്കിലും ബംഗ്ലാവിൽ താമസിക്കാനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് അവിടെ ഉണ്ടായിരുന്ന സംഘം വിഭവങ്ങൾ സമാഹരിച്ചിരുന്നത്. നയോമിയെ കണ്ട് സിതാരയുടെ പ്രേതമാണെന്ന് കരുതി ഭയന്ന് അവർ കയ്യിൽ കിട്ടിയതെടുത്തുകൊണ്ട് പലായനം ചെയ്യുകയായിരുന്നു. ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു തീൻമേശ. മേശയിൽ ബ്രെഡ്, മുട്ട, പഴങ്ങൾ, മിനറൽ വാട്ടർ, സോഡ എന്നിവയും പാലും നെയ്യും ചീസും ഫ്രിഡ്ജിനുള്ളിൽ ശേഖരിച്ചും വെച്ചിരിക്കുന്നു. അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വരില്ല, മരിയ നെറ്റോ പറഞ്ഞു. താഴത്തെ നിലയിൽ തന്നെ ധാരാളം മുറികളും സിറ്റൗട്ടുകളും ഉണ്ട്. മരിയ നെറ്റോ അതെല്ലാം കാണിച്ച ശേഷം അഷ്ടമൂർത്തിയെയും നയോമിയെയും മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ 4 ഭാഗത്തും താഴത്തെ ഹാളിന് നേർക്ക് തുറസായി കിടക്കുന്ന വിശാലമായ ബാൽക്കണികളും അവിടെയെല്ലാം കമനീയമായ ഇരിപ്പിടങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഏതാനും ബെഡ്റൂമുകൾ മുകളിലുമുണ്ട്. ബംഗ്ലാവിൻ്റെ മുൻഭാഗത്ത് 2ാമത്തെ നിലയിലാണ് മഹാദേവൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന സ്യൂട്ട് റൂം. മരിയ നെറ്റോ അത് തുറന്നു കാണിച്ചു. സ്വീകരണമുറി, ഊണുമുറി, ബെഡ്റൂം, സിറ്റൗട്ട്, ബാൽക്കണി എന്നിവയടങ്ങുന്ന വിശാലമായ സ്യൂട്ട്. ഈ ബംഗ്ലാവിലെ ഫർണിച്ചറിന് മാത്രം 2 കോടിയെങ്കിലും വില വരും. എല്ലാം തേക്കിലും ഈട്ടിയിലും പണി തീർത്തവയാണ്. തേക്കിൻ്റെ പലകകൾ പാകിയ തറയും തേക്ക് തടി കൊണ്ട് പാനലിംഗ് ചെയ്ത ഭിത്തികളും വിസ്തൃതമായ കബോർഡുകളും വാർഡ്രോബുകളുമായിരുന്നു എല്ലാ ബെഡ്റൂമുകളുടെയും പ്രൗഢി. നമുക്ക് വല്ലതും കഴിച്ചിട്ട് ഔട്ട് ഹൗസിലേക്ക് പോകാം, നയോമി പറഞ്ഞു. നിന്റെ അച്ഛൻ താമസിച്ചിരുന്ന മുറിയാണിത്, മരിയ നെറ്റോ പറഞ്ഞു. ഇത് നിന്റെ അച്ഛൻ കിടന്നുറങ്ങാറുള്ള കിടക്ക. ഇതൊന്നും കാണാൻ ആഗ്രഹമില്ലേ നിനക്ക്? എനിക്കിതെല്ലാം കണ്ടിട്ട് പേടിയാകുന്നു, നയോമി പറഞ്ഞു. ഇതെല്ലാം ഇവളുടേതാണ്, അഷ്ടമൂർത്തി പറഞ്ഞു. ആരോണിനും സനയ്ക്കും അവകാശമുണ്ടെങ്കിലും അവരാരും ഇങ്ങോട്ട് വരില്ല. പക്ഷേ ഇതെല്ലാം നമ്പ്യാർ സാറിൻ്റെ ബന്ധുക്കൾ കൈവശപ്പെടുത്തും. നമ്പ്യാർ സാർ എഴുതിയ ഒരു വിൽപത്രം അവരുടെ കയ്യിലുണ്ടെന്നാണ് കേൾക്കുന്നത്, മരിയ നെറ്റോ പറഞ്ഞു. വെറുതെയാണ്, അഷ്ടമൂർത്തി വെളിപ്പെടുത്തി. മഹാദേവൻ നമ്പ്യാർ വിൽപത്രം എഴുതിയിട്ടില്ല. അതെഴുതാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വിൽപത്രം എഴുതി തയ്യാറാക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വത്തു വിവരങ്ങളുടെ മുഴുവൻ പട്ടികയും എനിക്ക് കിട്ടിയത്. ഒരു പക്ഷേ അവർ ഒരു വ്യാജ വിൽപത്രം കൊണ്ടുവന്നേക്കും. അതൊന്നും വിലപ്പോവില്ല. വ്യാജമാണെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും. വിൽപത്രം തയ്യാറാക്കാൻ വേണ്ടി അദ്ദേഹം എനിക്ക് അയച്ച ഇമെയിലുകൾ എൻ്റെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. സ്വത്ത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ വീതം വെക്കണമെന്ന് അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് താഴേക്ക് പോകാം, നയോമി ഇടയ്ക്ക് കയറി പറഞ്ഞു. അവൾ മരിയ നെറ്റോയുടെ തോളത്ത് നിന്ന് കുഞ്ഞിനെ എടുത്തു തൻ്റെ തോളത്ത് കിടത്തി. 3 പേരും സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് പോയി. ഈ ബംഗ്ലാവിൻ്റെ ഭംഗിയും ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ഏന്തയാർ ടൗണിൻ്റെ ഭംഗിയും ഒന്ന് വേറെ തന്നെയാ. ഈ രാത്രിയിൽ നമുക്കത് മനസ്സിലാകില്ല. പകൽ സമയത്ത് വരണം, മരിയ നെറ്റോ പറഞ്ഞു. അവർ താഴെ ഊണുമുറിയിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു. ബ്രെഡും ബട്ടറും ചീസും പഴങ്ങളും ഉണ്ടായിരുന്നു. മരിയ നെറ്റോ സ്റ്റൗവിൽ നിന്ന് പാൽ തിളപ്പിച്ചു, കോഫി ഉണ്ടാക്കി. നയോമി മിന്നുമോളെ വിളിച്ചുണർത്തി ഭക്ഷണം കൊടുത്തു. ആഹാരം കഴിച്ച ശേഷം കുടിക്കാനുള്ള വെള്ളമെടുത്ത് അവർ ലൈറ്റുകൾ കെടുത്തി ബംഗ്ലാവ് പൂട്ടി പുറത്തിറങ്ങി.
ഔട്ട് ഹൗസിൽ തിരിച്ചെത്തി. ഇനി ഉറങ്ങാം. നാളത്തെ കാര്യങ്ങൾ രാവിലെ നമുക്ക് പ്ലാൻ ചെയ്യാം, അഷ്ടമൂർത്തി പറഞ്ഞു. എനിക്ക് ഫോൺ ചെയ്യാനുണ്ട്. ഇവിടെ എത്തിയെന്ന് പോലും വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല. നയോമി മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. ശരി, നീ കിടന്നോ. ആദ്യം മിന്നുമോളെ കിടത്തിയ മുറി തന്നെ മരിയ നെറ്റോ അവൾക്ക് കൊടുത്തു. അഷ്ടമൂർത്തിയെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയി ഒരു മുറി തുറന്നു കൊടുത്തു. അല്പസ്വല്പം പൊടിയും പൂപ്പലും ഒക്കെ കാണും ഫ്ലോറിലും ബെഡിലുമെല്ലാം. അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, മരിയ നെറ്റോ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം, അഷ്ടമൂർത്തി പറഞ്ഞു. നമുക്ക് സംസാരിക്കുന്നതിൽ വിരോധമുണ്ടോ? മരിയ നെറ്റോ ചോദിച്ചു. ഇല്ലല്ലോ, നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ നയോമിയെ കൂട്ടി എത്തിയത് തന്നെ. എനിക്കറിയേണ്ടത് സിതാരയുടെ മരണത്തെക്കുറിച്ചാണ്. അതെങ്ങനെ സംഭവിച്ചു? നമ്പ്യാർ സാറിൻ്റെ മരണശേഷം കോലാലംപൂരിൽ നിന്ന് എന്നാണ് അവൾ ഇന്ത്യയിലേക്ക് വന്നത്? എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? അവൾ മരിക്കുന്നതിനു മുമ്പ് അഷ്ടമൂർത്തി സർ അവളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എവിടെ വെച്ചായിരുന്നു അവളുടെ മരണം? മരണകാരണം എന്തായിരുന്നു? ഇത്രയും കാര്യങ്ങൾ അറിയാനുണ്ട്. അതേപ്പറ്റി യാതൊരു വിവരങ്ങളും നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേ? അഷ്ടമൂർത്തി ചോദിച്ചു. മരിച്ച് ഫ്യൂണറലും കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിവരമറിയുന്നത്. മരണം സംഭവിച്ചത് തമിഴ്നാട്ടിൽ വെച്ചായിരുന്നതുകൊണ്ട് ഇവിടെ അതൊന്നും ആരും അറിഞ്ഞില്ല. നിങ്ങളാരും അന്വേഷിച്ചു പോയില്ലേ? നിങ്ങളുടെ മകൻ പോലും അതേപ്പറ്റി ഒരന്വേഷണവും നടത്തിയില്ലേ? അയാളും സിതാരയും തമ്മിൽ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നല്ലോ. എന്നിട്ടും അവൻ കുറേ അന്വേഷണമൊക്കെ നടത്തി. പക്ഷേ ഒരെത്തും പിടിയും കിട്ടിയില്ല. ആരുണ്ട് അവന് ശരിയായ വിവരങ്ങൾ കൊടുക്കാൻ? ചെന്നൈയിലെ ഏതോ മെൻ്റൽ സാനിറ്റോറിയത്തിലായിരുന്നു അവസാന ദിവസങ്ങളിൽ സിതാരയെ അടച്ചിട്ടിരുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. നമ്പ്യാർ സാറിൻ്റെ മരണം അവളുടെ മനസ്സിൻ്റെ സമനില തെറ്റിച്ചിരുന്നത്രേ, മരിയ നെറ്റോ ദുഃഖത്തോടെ പറഞ്ഞു. അവിടെ ഒരു ദുരൂഹതയുണ്ട്. ശരിക്കും ചെന്നൈയിലല്ല, ആർക്കോണത്തായിരുന്നു സിതാരയെ അടച്ചിട്ട മെൻ്റൽ ഹോസ്പിറ്റൽ. അതുമാത്രമല്ല, മഹാദേവൻ നമ്പ്യാരുടെ മരണം അവളുടെ മാനസിക നില തെറ്റിച്ചു എന്നതും വിശ്വസിക്കാൻ വയ്യ. ഞാൻ അറിഞ്ഞിടത്തോളം സിതാര വളരെ ബോൾഡായിരുന്നു. ആരുടെയെങ്കിലും മരണത്തിന് അവളെ തകർക്കാനൊന്നും പറ്റില്ല. അത് ശരിയാ, അവളുടെ മനസ്സ് ഉറച്ചതായിരുന്നു. അവളുടെ തീരുമാനങ്ങളും അങ്ങനെയായിരുന്നു, മരിയ നെറ്റോ സമ്മതിച്ചു. മെൻ്റൽ ഹോസ്പിറ്റലിൽ വെച്ചാണോ മരണം സംഭവിച്ചത്? അതിപ്പോഴും വ്യക്തമല്ല. മഹാദേവൻ നമ്പ്യാരുടെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകനുമൊപ്പം അവൾ ഡൽഹിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി ഏറ്റുവാങ്ങി ശവസംസ്കാരം നടത്തിയ ശേഷം അവർ കൊലാലംപൂരിലേക്ക് തിരിച്ചുപോയി. പിന്നീട് സിതാര ഡൽഹിയിൽ എന്തിനു വന്നു എന്നത് ദുരൂഹമാണ്. കൈലാസ്നാഥ് ക്ഷണിച്ചിട്ട് വന്നതായിരിക്കാമെന്നാണ് എൻ്റെ ഊഹം. മൾബറി ഹൗസ് വിൽക്കാൻ പോകുന്ന കാര്യം മഹാദേവൻ നമ്പ്യാർ മകളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഇടനിലക്കാരൻ കൈലാസ്നാഥ് ആയിരുന്നല്ലോ. അയാൾ വിളിച്ചു വരുത്തിയതായിരിക്കാം. ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് നിങ്ങളെപ്പോലും അവൾ അറിയിച്ചില്ലല്ലോ? ഓ, അഷ്ടമൂർത്തി ചോദിച്ചു. ഇല്ല, അതാണ് ഞങ്ങൾക്ക് ആശ്ചര്യം. ജിൻസനോട് എല്ലാ കാര്യങ്ങളും അവൾ പറയാറുള്ളതായിരുന്നു. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, വന്ന അന്ന് തന്നെ തിരിച്ചു പോകണമെന്നാണ് അവൾ ഉദ്ദേശിച്ചത്. 1-2 മണിക്കൂർ നീളുന്ന കൂടിക്കാഴ്ച, അടുത്ത ഫ്ലൈറ്റിന് കൊലാലംപൂരിലേക്ക് മടക്കം. പക്ഷേ അവൾ ഉദ്ദേശിച്ചതുപോലെ കാര്യം നടന്നില്ല. കൈലാസ്നാഥ് അവളെ ബന്ധുക്കൾക്ക് പരിചയപ്പെടുത്തി കാണണം. അവരോടൊപ്പം അവൾ അടുത്ത ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്ക് പോയി. പിന്നെ നമ്മൾ അറിയുന്നത് അവൾ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നെന്നും അവിടെ നിന്ന് ചാടിപ്പോകാനുള്ള ശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ടതെന്നുമാണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മരിയ നെറ്റോ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. 2 നിമിഷത്തെ മൗനത്തിന് ശേഷം അവർ അഷ്ടമൂർത്തിയെ നോക്കി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? തെറ്റിദ്ധരിക്കരുത്. ചോദിച്ചോളൂ. നിങ്ങളുടെ കൂടെയുള്ള നയോമി ശരിക്കും സിതാര തന്നെയല്ലേ? മരിച്ചുപോയത് നയോമിയാണെങ്കിലോ? ആ ചോദ്യത്തിൽ മലച്ചുപോയി അഷ്ടമൂർത്തി. അഷ്ടമൂർത്തിയുടെ ഭാവമാറ്റം മരിയ നെറ്റോയെ ആശ്ചര്യഭരിതയാക്കി. എന്താ, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒരു നടുക്കം വന്ന പോലെ? ഞാൻ അതിൻ്റെ സാധ്യത ആലോചിച്ചിട്ട് അന്തം വിട്ടിരുന്നു പോയതാ. മാഡം ഒരു കൗതുകത്തിന് പറഞ്ഞതാണ് അല്ലേ? ഞാൻ അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കി. എപ്പോഴാ അങ്ങനെയൊരു ചിന്ത വന്നത്? നയോമിയെ കണ്ട് നമ്പ്യാർ സാറിൻ്റെ ബന്ധുക്കൾ ഭയന്നോടിയെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ ഓർത്തു അത് സിതാര തന്നെ ആയിരുന്നെങ്കിലെന്ന്. അല്ലാതെ വേറെ ലക്ഷണങ്ങളോ അടയാളങ്ങളോ കണ്ടിട്ടല്ല. അല്ല, എൻ്റെ ആദ്യത്തെ കാഴ്ചയിൽ അത് സിതാര തന്നെയായിരുന്നു.
പക്ഷെ നിങ്ങൾ പറഞ്ഞു നയോമിയാണെന്ന്. അതിൻ്റെ തെളിവുകളും കാരണങ്ങളും പറഞ്ഞു, വിശദീകരണങ്ങൾ തന്നു. നയോമിയെ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അത് നയോമിയല്ല എന്ന് പറയാൻ എനിക്കൊരിക്കലും പറ്റില്ല, മരിയ നെറ്റോ വെളിപ്പെടുത്തി. അതെല്ലാം വിട്. ഈ നയോമി സിതാര ആയിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ആയിരിക്കാനുള്ള ഒരടയാളവും ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. സിതാരയ്ക്ക് ഏന്തിയാർ എന്ന സ്ഥലം മനഃപ്പാഠമാണ്. ഏന്തിയാർ ടൗണിൻ്റെ മുക്കും മൂലയും അറിയാം. അവളുടെ കണ്ണ് കെട്ടിവിട്ടാൽ എൻ്റെ വീട്ടിൽ കൂടി അവൾ ഓടിച്ചാടി നടക്കും. വീടിൻ്റെ പരിസരം, ഈ എസ്റ്റേറ്റ്, ബംഗ്ലാവ്, ഔട്ട് ഹൗസ് എല്ലാം അവൾക്ക് സുപരിചിതമാണ്. പക്ഷെ ഒരവസരത്തിൽ പോലും ആ പരിചയം അവളുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. എല്ലായിടവും ആദ്യം കാണുന്ന പോലെ തന്നെ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. മരിയ നെറ്റോ പറഞ്ഞു. ഒരാൾക്ക് വേണമെന്ന് വെച്ചാൽ അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ലേ? വലിയ പ്രയാസമാണ്. സ്കൂളിലൊക്കെ പോയപ്പോൾ അവൾ സിതാരയാണെങ്കിൽ എത്ര അടക്കി പിടിച്ചാലും ശരി, അവളുടെ ക്യാരക്ടർ പുറത്ത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. ടീച്ചേഴ്സ് അത്രയേറെ വാത്സല്യം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാഡം വെറുതെ പറഞ്ഞതാണ് അല്ലേ? ഞാനങ്ങനെ ആഗ്രഹിച്ചു പോയതാ. നമുക്കൊരു കാര്യം ചെയ്യാം. നയോമി അല്ല, അവൾ സിതാരയാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അവളെ ഒന്ന് പഠിക്കാം. അതുകൊണ്ട് എന്ത് ഗുണം? നയോമി എപ്പോഴും നയോമി തന്നെയല്ലേ? മറ്റൊരാളാവാൻ പറ്റില്ലല്ലോ. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, അഷ്ടമൂർത്തി പറഞ്ഞു. എനിക്ക് പലപ്പോഴും നേരിയ തോതിലെങ്കിലും സംശയം തോന്നിയിട്ടുണ്ട് ഇവൾ സിതാരയല്ലേ എന്ന്. എന്താ കാരണം? മരിയ നെറ്റോയ്ക്ക് ഉത്കണ്ഠയായി. കാരണം പലതുണ്ട്, പക്ഷെ നമുക്ക് അതൊന്നും വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയാം. മരിയ നെറ്റോ അത്യാകാംക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഒന്ന്, പഴയ നയോമി നല്ലൊരു ആക്ട്രസ്സാണ്. പക്ഷെ പുതിയ നയോമിക്ക് അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. അവൾക്ക് സംഭവിച്ച ഡിമൻഷ്യ, മരിയ നെറ്റോ ഓർമ്മിപ്പിച്ചു. മറവി രോഗം ബാധിച്ചവൾക്ക് എഴുതാനും വായിക്കാനും അറിയാം, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാം, സിനിമയും മെഗാ സീരിയലും എന്താണെന്നറിയാം, നല്ലപോലെ വസ്ത്രം ധരിക്കാൻ അറിയാം. ഒരാൾ മോശമായി പെരുമാറുകയോ അവഹേളിക്കുന്ന വിധം സംസാരിക്കുകയോ ചെയ്താൽ തിരിച്ചറിയാം. ഭക്ഷണ സാധനങ്ങളുടെ പേരും രുചിയും അറിയാം. കാറിൻ്റെയും ബസ്സിൻ്റെയും ലോറിയുടെയും ഉപയോഗങ്ങൾ അറിയാം. അവയുടെ രജിസ്ട്രേഷൻ നമ്പർ അറിയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ മറന്നു പോകാത്തതായി ഉണ്ട്. അവൾക്ക് ഭംഗിയായി പെരുമാറാനും അറിയാം. മറവി രോഗം ബാധിച്ചവൾ എല്ലാം മറന്നു പോകേണ്ടതല്ലേ? ഒരുപക്ഷെ പാർഷ്യൽ ഡിമെൻഷ്യ ആയിരിക്കും, ഭാഗികമായ ഓർമ്മനാശം. അങ്ങനെയും കണ്ടുവരാറുണ്ടല്ലോ. അതങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കാം. എന്നിട്ട് നയോമിയുടെ സ്വഭാവം ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. തിരിച്ചു വന്ന നയോമിയെപ്പറ്റി അവളുടെ ഭർത്താവിനും മദർ ഇൻ ലോയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും വളരെ നല്ല അഭിപ്രായമാണ്. അക്രമികൾ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് നയോമിയെപ്പറ്റി അവർക്കെല്ലാം മോശം അഭിപ്രായമായിരുന്നോ? എല്ലാവർക്കും അങ്ങനെയല്ല. ഉദാഹരണത്തിന് നയോമിയെ വളർത്തിക്കൊണ്ടുവന്ന മുത്തശ്ശിക്കും അമ്മാവനും പഴയ നയോമിയോടായിരുന്നു താല്പര്യം. അവൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പഴയ നയോമിക്ക് അവിടെ മോശമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അവൾ വാങ്ങിച്ചെടുത്ത പണത്തിനും സുഖസൗകര്യങ്ങൾക്കും അവൾ പലരോടും കടപ്പെട്ടിരുന്നു. ഒരു യുവനടനുമായി അവൾക്ക് പ്രേമബന്ധവും ഉണ്ടായിരുന്നു. ഭർത്താവും കുടുംബവും കുട്ടിയും ഒക്കെ ഉള്ളപ്പോൾ തന്നെ. അതെ, ഭർത്താവിനെ അവൾ 2 വർഷം മുമ്പ് ഉപേക്ഷിച്ചു. കുഞ്ഞിനെയും ഉപേക്ഷിച്ചു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. തൊടുപുഴയ്ക്കടുത്ത ഒരു വാടക വീട്ടിലായിരുന്നു താമസം. ഭർത്താവിൻ്റെ പേര് അനിൽ ബാബു. പഴയ നയോമി ആ കുടുംബത്തെ കുറേയധികം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കുടുംബമെന്ന് പറയുമ്പോൾ ഭർത്താവ്, അയാളുടെ 3 സഹോദരങ്ങൾ, അമ്മ, മുത്തച്ഛൻ. അനിൽ ബാബു ആണ് അവളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അയാൾ ക്യാമറാമാനാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ച് 4 വർഷം ഒന്നിച്ച് ജീവിച്ചു. ഒരു കുട്ടിയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ തമ്മിലകന്നു. അഷ്ടമൂർത്തി ചുരുക്കി പറഞ്ഞു. പിന്നീട് എങ്ങനെ അടുത്തു? അടുത്തതല്ല, അനിൽ ബാബു ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടു. ഇപ്പോഴും ബെഡ് പേഷ്യൻ്റാണ്. എണീക്കാനോ ഇരിക്കാനോ പറ്റില്ല. അയാളുടെ ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവായി. അനിലിൻ്റെയും നയോമിയുടെയും സുഹൃത്തുക്കളെല്ലാം ചേർന്ന് നയോമിയെ വിളിച്ചു വരുത്തി. അനിലിൻ്റെ അമ്മയുടെ പേരിലുള്ള വീട് തീരെഴുതി വാങ്ങിയിട്ട് നയോമി 18 ലക്ഷം രൂപ കൊടുത്തു. വീട് കൈവശപ്പെടുത്തിയ ശേഷം വീട്ടിലുള്ളവരെ പല വിധത്തിൽ ദ്രോഹിച്ചു. അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചു. എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന അനിയൻ്റെയും
നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന അനിയത്തിയുടെയും പഠിപ്പ് നിർത്തിച്ചു. അനിലിൻ്റെ ചികിത്സയും അവതാളത്തിലായി. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവൾ പലപ്പോഴും പാതിരാ കഴിഞ്ഞ നേരത്താണ് വീട്ടിലെത്തുക. ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള നയോമിയെയാണ് ഒരു ദിവസം കാണാതായത്. അഷ്ടമൂർത്തി വിശദീകരിച്ചു. മൈ ഗോഡ്! മരിയ നെറ്റോ എല്ലാം കേട്ട് ആശ്ചര്യസ്തബ്ധയായി ഏതാനും നിമിഷമിരുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അഷ്ടമൂർത്തി? മഹാദേവൻ നമ്പ്യാർ വിൽപത്രം തയ്യാറാക്കാനുള്ള ഡോക്യുമെന്റ്സ് എന്നെ ഏൽപ്പിച്ചിരുന്നല്ലോ. അതിലൊരു വൈഷ്ണവിക്കും അവരുടെ മകൾക്കും വേണ്ടി ഒരു വിഹിതം നീക്കി വെച്ചിരുന്നു. ഞാൻ അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ സിതാരയ്ക്ക് ഒരു ഇരട്ട സഹോദരി ഉണ്ടെന്നും ആ കുട്ടിയും അമ്മയും അവരുടെ കുടുംബവും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞു. അവരെവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് അവരുടെ ഓഹരി എത്തിച്ചു കൊടുക്കേണ്ട ചുമതല എന്നെ ഏൽപ്പിച്ചു. ചെങ്കോട്ടയിലെ മഹാദേവൻ പ്ലാന്റേഷനിൽ താമസിച്ചിരുന്ന കാലത്തെ പ്രേമബന്ധത്തിൻ്റെ കഥ അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. ഞാനതൊക്കെ അന്വേഷിച്ചു തുടങ്ങുമ്പോഴേക്കും മഹാദേവൻ നമ്പ്യാരുടെ മരണം സംഭവിച്ചു. ആ ഞെട്ടൽ തീരും മുമ്പേ സിതാരയും കൊല്ലപ്പെട്ടു. പിന്നെ മഹാദേവൻ നമ്പ്യാരുടെ പേരിൽ ഇന്ത്യയിലുള്ള സ്വത്തിന് അവകാശി അദ്ദേഹം വെളിപ്പെടുത്തിയ ആ ഇരട്ട സഹോദരിയും അവരുടെ അമ്മയുമാണ്. അവരെ എങ്ങനെ കണ്ടെത്തി? മരിയ നെറ്റോ ആകാംക്ഷാഭരിതയായി. ഞാൻ ചെങ്കോട്ടയിലെത്തി. അവിടുത്തെ ഫാം ഹൗസിൽ തെരച്ചിൽ നടത്തി. അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടി. ചെങ്കോട്ടയിൽ നിന്ന് ഓടിപ്പോയ ആ കുടുംബം മൂന്നാറിൽ കുറേ കാലം താമസിച്ചിരുന്നു എന്ന അന്വേഷണത്തിൽ അറിവായി. അവിടെ വെച്ച് വൈഷ്ണവി, സിതാരയുടെയും നയോമിയുടെയും അമ്മ ക്യാൻസർ രോഗം വന്നു മരിച്ചു. കയ്യിലുള്ള പണമെല്ലാം തീർന്ന് ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിൽ അവർ തൊടുപുഴയിലെത്തി ഒരു വാടക വീട്ടിൽ താമസം തുടങ്ങി. ആ കാലത്താണ് അനിൽ ബാബു അവരെ പരിചയപ്പെടുന്നതും നയോമിക്ക് ചില പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുന്നതും. ബാക്കി കഥ ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞല്ലോ. അഷ്ടമൂർത്തി പറഞ്ഞു നിർത്തി. ഇല്ലില്ല, കഴിഞ്ഞില്ല. എനിക്ക് വേറെ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ചോദിച്ചോളൂ. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച നയോമി ആ പഴയ നയോമിയായിരുന്നോ? അല്ല, പഴയ നയോമിയെ എനിക്ക് കാണാനേ സാധിച്ചില്ല. അപ്പോഴേക്കും അവളെ ആരോ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു. എത്ര ദിവസം കഴിഞ്ഞാണ് നയോമി തിരിച്ചെത്തിയത്? കൃത്യമായിട്ട് പറഞ്ഞാൽ 17 ദിവസം. തിരിച്ചെത്തിയെന്ന് പറഞ്ഞുകൂടാ. തിരുവനന്തപുരത്ത് വെച്ച് ഒരു രാത്രി കുറേ സാമൂഹ്യ വിരുദ്ധർ അവളെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിൻ്റെ മുന്നിൽ ചെന്ന് പെടുകയായിരുന്നു. അപ്പോൾ അഷ്ടമൂർത്തി സർ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നോ? ഇല്ല, ഞാനപ്പോൾ ചെന്നൈയിലാ. സിതാര കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. നയോമിയെ തിരിച്ചു കിട്ടുന്നതിനു മുമ്പ് തന്നെ സിതാര കൊല്ലപ്പെട്ടു അല്ലേ? അതെ. കഷ്ടം. അവർക്കൊരിക്കലും തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ. മരിയ നെറ്റോ പരിതപിച്ചു. അതൊരു വലിയ ട്രാജഡിയായിപ്പോയി. തിരിച്ചു കിട്ടിയ നയോമിയെ സാർ എവിടെ വെച്ചാണ് ആദ്യം കണ്ടത്? വീട്ടിൽ വെച്ച്. ആദ്യം കുറേ നാൾ നയോമി ഹോസ്പിറ്റലിലായിരുന്നു. അവൾ ആരെയും തിരിച്ചറിയുന്നില്ലായിരുന്നു. കടുത്ത മാനസികാഘാതം അവളുടെ ഓർമ്മയെയും വ്യക്തിത്വത്തെയും മാറ്റിമറിച്ചു എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. നയോമി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഞാൻ കാണാൻ പോയത്. അപ്പോഴത്തെ നയോമി എങ്ങനെയിരുന്നു? നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ. കുറച്ച് ക്ഷീണമുണ്ടായിരുന്നെന്ന് മാത്രം. പക്ഷേ സ്വഭാവത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. എന്തു മാറ്റം? മരിയ നെറ്റോ നെറ്റിച്ചുളിച്ചു. ഭർത്താവിനും കുടുംബത്തിനും ഉപദ്രവകാരിയായിരുന്നവൾ പെട്ടെന്ന് ഉപകാരിയായി മാറി. നീതിബോധം ഉള്ളവളായി. ന്യായത്തിന് കൂട്ടുനിൽക്കുക മാത്രമല്ല, അനീതിയെ തുറന്നെതിർക്കുകയും ചെയ്തു. അനിൽ ബാബുവിൻ്റെ അനുജൻ്റെയും പെങ്ങളുടെയും നിർത്തിവെച്ചിരുന്ന പഠിപ്പ് തുടരാൻ അനുവദിച്ചു. അതിനാവശ്യമുള്ള പണം കൊടുത്തു. അനിൽ ബാബുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു. നയോമി തന്നെ കൃത്യമായി ഡേറ്റ് കൊടുക്കാതെ കടക്കിണിയിൽ കുരുക്കിയിട്ടിരുന്ന ഒരു മെഗാ സീരിയൽ പ്രൊഡ്യൂസർക്ക് ആവശ്യമുള്ളത്ര ഡേറ്റ് കൊടുത്ത് അയാളുടെ സീരിയൽ അഭിനയിച്ചു. അതിന് കിട്ടിയ പണം മുത്തച്ഛനെ ചികിത്സിക്കുന്നതിന് വേണ്ടി ചെലവാക്കി. പഴയ നയോമി ഇതിനെല്ലാം എതിരായിരുന്നു. ഈ പറഞ്ഞത് സിതാരയുടെ അതേ സ്വഭാവം തന്നെയാണല്ലോ. മറ്റുള്ളവരെ സഹായിക്കാനും ആപത്തിൽപ്പെട്ടവർക്ക് തുണയായി നിൽക്കാനുമുള്ള മനസ്സലിവ്. മരിയ നെറ്റോ അതിശയത്തോടെ പറഞ്ഞു. അതുമാത്രമല്ല മാഡം, ശത്രുക്കളോട് ഒരു വിട്ടുവീഴ്ചയുമില്ല. മോശമായ പെരുമാറ്റമോ സംസാരമോ ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രതികരിക്കും. പഴയ നയോമിക്ക് അതിരുവിട്ട പലതരം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്.
പക്ഷേ പുതിയ നയോമി ആ ബന്ധങ്ങളെല്ലാം അറുത്തുമുറിച്ചു. പഴയ ഓർമ്മ വെച്ച് മോശമായി പെരുമാറാനും സംസാരിക്കാനും ശ്രമിച്ചവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. അവളെ അപമാനിക്കാൻ ശ്രമിച്ച ഒരു സംവിധായകനും കൂട്ടാളികളും ഇപ്പോൾ സബ് ജയിലിലാണ്. അഷ്ടമൂർത്തി വെളിപ്പെടുത്തി. അതെങ്ങനെ ശരിയാകും? മരിയ നെറ്റോ ചിന്താക്കുഴപ്പത്തിലായി. ഡിമൻഷ്യ വന്നത് ശരി, മെൻ്റൽ ഷോക്കിൻ്റെ ഫലമായിട്ട് വന്നതാകാം. പക്ഷെ ഒരാളിൻ്റെ ടോട്ടൽ ക്യാരക്ടർ എങ്ങനെ മാറും? കെട്ടവൾ എങ്ങനെ നല്ലവളാകും? ആദർശമില്ലാത്തവൾ എങ്ങനെ ആദർശവതിയാകും? മനസ്സലിവില്ലാത്തവൾ എങ്ങനെ കരുണാമയിയാകും? ഞാൻ വിചാരിച്ചത് നയോമിയുടെ സ്ഥായിയായ സ്വഭാവം നല്ലതായിരുന്നെന്നാണ്. അത്യാഗ്രഹികളായ അമ്മാവനും മുത്തശ്ശിയും ചേർന്നാണ് അവളുടെ സ്വഭാവം മാറ്റിമറിച്ചത്. അവളുടെ എല്ലാ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനും പിന്നിൽ അവരുടെ ശക്തമായ പ്രേരണയുണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാമെന്നേ ഉള്ളൂ, വിശ്വസനീയമല്ല, മരിയ നെറ്റോ സംശയത്തോടെ പറഞ്ഞു. അടുത്ത ഭാഗം നാളെ.